ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കളറും ഉണ്ടാകും, കറിക്ക് എരിവും കുറവായിരിക്കും. എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കണം. അതിനുശേഷം ഈ ചിക്കൻ നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ മുഴുവനും വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ വഴറ്റിയെടുക്കാം. സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവയൊക്കെ ചേർത്തിട്ട് സവാള ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ മറ്റു പൊടികളൊക്കെ ചേർക്കണം. ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്ന് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് ലേശം വെള്ളം ഒഴിക്കാം. തീ കുറച്ച് വെച്ച സവാള അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവാള പെട്ടെന്ന് വഴന്നോളും. അപ്പം നന്നായി വഴന്ന് വന്നു. ഇനി ലേശം വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കാം. ആ വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിക്ക് എന്തോരമാണോ നമുക്ക് അതിൻ്റെ ചാറ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ടത് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. കറി തിളച്ച് വന്നു. തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞ് പാകത്തിന് വെള്ളമായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു.